ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ വിഷുവിൻ്റെ ദിവസം എൻ്റെ വീട്ടിൽ രാവിലെ വെക്കുന്ന ഒരു പായസമാണ്. അപ്പോൾ ഇതിനെ വിഷുക്കഞ്ഞി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ഓരോ ഏരിയയിലും ഓരോ രീതിയിലാണ് ഈ വിഷുക്കഞ്ഞി വെക്കുന്നത്. ഞങ്ങൾ വെക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും വൻപയറാണ് യൂസ് ചെയ്യുന്നത് വിഷുക്കഞ്ഞി വെക്കാനായിട്ട്. ഇപ്പോൾ ഞാനും അതേപോലെ തന്നെ വൻപയർ എടുത്തിട്ടുണ്ട്, നല്ലവണ്ണം കുതിർത്തിയെടുത്തതാണ്. ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അത് നല്ലവണ്ണം അങ്ങോട്ട് വേവിച്ച് അങ്ങോട്ട് എടുക്കാം. ഓരോ ഉത്സവങ്ങൾ നമുക്ക് ഓരോരോ ഓർമ്മകളാണല്ലോ. ഈ വിഷു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഉത്സവം തന്നെയായിരിക്കും. കാരണം 2 മാസത്തെ വേനലവധി, ആ സമയത്ത് വരുന്ന വിഷു, പടക്കങ്ങൾ പൊട്ടിച്ച്, അതുപോലെ തന്നെ മാമ്പഴം, മാങ്ങകൾ, മാവിൽ കല്ലെറിഞ്ഞ് പറമ്പിലൊക്കെ അടിച്ച് പൊളിച്ച് നടക്കുന്ന സമയമാണല്ലോ. വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ പായസമായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോകാൻ പറ്റി. ഇതേപോലെ ഈ പായസം വെക്കുമ്പോഴേ വളരെ സിമ്പിളായിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഞങ്ങൾ. ഇപ്പോൾ വൻപയർ നല്ലവണ്ണം അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് ശർക്കര, അധികം മധുരം ഒന്നും ആവശ്യമില്ല, കുറച്ച് ശർക്കര ഇട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഉരുക്കി അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് ആ വേവിച്ച വൻപയർ അങ്ങോട്ട് ഇടണം. ഇനി അത് നല്ലവണ്ണം അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും കുറച്ച് നാളികേരം ചിരവിയത് അങ്ങോട്ട് ചേർക്കാം. അങ്ങോട്ട് നാളികേരം ചിരവിയത് ചേർത്ത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായയുടെ പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏലക്കായ ചതച്ചിട്ട് കഴിഞ്ഞാൽ വിഷുക്കഞ്ഞി ഇവിടെ റെഡിയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷുക്കഞ്ഞി എന്നുള്ളത് ഓരോ ഏരിയയിലും ചിലപ്പോൾ ഓരോ ജില്ലയിലും ഓരോ രീതിയിലേക്കാണ് വെക്കുന്നത്. അപ്പം ഞങ്ങൾ വെക്കുന്നത് ഈ സ്റ്റൈലിലാണ്, വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കഞ്ഞി എന്ന് തന്നെ പറയാം. കാരണം തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് പയറ് വേവിക്കുക, അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചൊഴിക്കുന്നു, അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും പിന്നെ കുറച്ച് ഏലക്കായും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വിഷുക്കഞ്ഞി റെഡിയാണ്. അപ്പോൾ ഈ വിഷുക്കഞ്ഞിയുടെ ഒപ്പം നല്ല പപ്പടം വറുത്ത് അങ്ങോട്ട് വെച്ച് ആ പപ്പടവും ഈ കഞ്ഞിയും കൂടി അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഗൃഹാതുരത്വം, നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുമല്ലോ, 90s കിഡ്സ് ആ സമയത്തേക്ക് അങ്ങോട്ട് പോകും, ഓർമ്മകളിലേക്ക്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഇതേപോലെ വിഷുക്കഞ്ഞികൾ ഉണ്ടാക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്. ഈ വിഷുക്കഞ്ഞിയുടെ ഒപ്പം പപ്പടമൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിഷുദിന ആശംസകൾ. അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.